അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ അവലംബിക്കണം. അവരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം. കഴിയുന്നത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പ്രധാനികളിൽ പ്രധാനിയാണ് മഹാനായ മുഹമ്മദ് ഷാ വലിയുള്ളാഹ്. അവരുടെ കാലഘട്ടത്തിലെ ഖാദിരി ത്വരീഖത്തിന്റെയും ചിശ്തി ത്വരീഖത്തിന്റെയും ഖലീഫയാ, നിറഞ്ഞ ഖലീഫയാ. ആ കാലഘട്ടത്തിൽ ഹൃദയത്തിൽ ബോധം അള്ളാഹ് കൊടുത്തവർ മുഴുവനും അവരവലംബിച്ചിട്ടുണ്ട്. എല്ലാ ജാതി ജനങ്ങളും അവരവലംബിച്ചിട്ടുണ്ട്. അവരെ മേൽ കളിക്കാൻ പറ്റില്ല. കളിക്കാൻ തീരുമാനിച്ചു. ഒരു മലപ്പുറം നാട് വഴി, പേര് ഞാൻ പറയുന്നത് അർത്ഥമില്ല ഹൈറുമില്ല, 8000 പെട്ട ആൾക്കാരെ പറഞ്ഞയച്ചു. എന്തുണ്ടായത്? അവർ കൊണ്ടോട്ടിപ്പാടത്തൂടെ അഴിഞ്ഞുപോയി. എന്റെ കാരണം മുഹമ്മദ് ഷാ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൊട്ടളിക്കാൻ പറ്റൂല. കാരണം അവർക്ക് അള്ളാഹുവിന്റെ മുഹമ്മദിയ നൂറാനിയത്ത് കിട്ടിയിട്ടുണ്ട്, തൊടാൻ പറ്റൂല. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. പിന്നീട് ആ നാടുമായി മാപ്പിയച്ചു, കൊണ്ടോട്ടിക്കാരോട് മാപ്പിയച്ചു. എന്നാ മുഹമ്മദ് ഷാ യുദ്ധത്തിന് പോയോ? ഇല്ല. ഒരു പിടി മണ്ണ് വാരി മുന്നിലേക്ക് എറിഞ്ഞു, അത്ര ഉണ്ടായിട്ടുള്ളൂ. അത് അവരുടെ ബലിപ്പ്യ തന്നെ. ഇത് റമൈത്ത വലാകിൻ അല്ലാഹ് റമ. താങ്കൾ എറിഞ്ഞപ്പോൾ, അന്ന് താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ മഖ്ബറയിൽ പോകണം. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون. ألهاكم التكاثر. ഈ ഭൗതിക പ്രമത്തത നിങ്ങളെ അശ്രദ്ധയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. അൽ മഖാബിർ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. ഇങ്ങനെയും തഫ്സീറുണ്ട്. തഫ്സീറാണ് അൽ-മഖാബിർ എന്ന ഏതോ മഖ്ബറയല്ല, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ മഖ്ബറകൾ. അവർ ഭൂമിയിലെ ഔത്താദുകളാണ്. അതിന് ഒരു കേന്ദ്രമുണ്ട്. ഏതാണ് കേന്ദ്രം? അത് ഖുബ്ബത്തുൽ ഖുദ്റാ മഖ്ബറത്തുൻ നബിയിൽ മുസ്തഫ. അവിടെ അവലംബിക്കണം. في حالة البعد روحكم ترسلها تقبل الأرض عني وهي نائبتي. ഷേഖ് പറഞ്ഞു, ഞാൻ നന്നാകാൻ കാരണം നേരം വെളുത്താൽ എന്റെ റൂഹിനെ മദീനയിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ട് മദീനയിലെ ആ ഖബർ ചുംബിക്കും. തുഖബ്ബിലുൽ അർള. ആ മണ്ണ് ചുംബിക്കും. ഏത് മണ്ണ്? ഏത് മണ്ണ്? മഖ്ബറയിലെ മണ്ണ്. ഏത് മഖ്ബറ? റൗളത്തു ഷരീഫ്. മനസ്സിലായില്ല? ഏത് മഖ്ബറ? പുണ്യ റസൂൽ മുസ്തഫ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിലെ മണ്ണ്. ഇത് നിരാക്ഷേപം അംഗീകരിക്കപ്പെടുന്ന കവിതയാ. ആരുടെ കവിതയാ? ആരുടെ കവിതയാ? ജിപ്പായ് ഫീ ഹാലത്തിൽ ബുഅദി റൂഹികും തുർസിലുഹാ. എന്റെ റൂഹിനെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞേക്കും. എല്ലാ ദിവസവും നേരം വെളുത്ത റൂഹിനെ പറഞ്ഞേക്കും. റൂഹ് ഇവിടെ മണ്ണ് ചുംബിക്കും. ഇന്ന് ഞാൻ മണ്ണ് ചുംബിച്ചു പോകൂല, കൈ പുറത്തേക്ക് തിരിഞ്ഞു പറഞ്ഞു. അപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ ഫഅഖറജ യദഹു ശരീഫ. ശറഫാക്കപ്പെട്ട കൈ ഇട്ട് കൊടുത്തു. ആ കൈയിനെ ചുംബിച്ചു. ആര്? മഹാനായ സുൽത്താനുൽ കബീർ അഹ്മദുൽ കബീർ അൽ-റിഫാഇ. അല്ലാഹു സുബ്ഹാനഹു സുൽത്താൻ ആരിഫീൻ മഹാനവരുടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. എല്ലാ മഹാന്മാരും അങ്ങനെയാ. بالصبوها عند أفضال المرسلين ومن برسول الله لم يخشج المدى تولى رسول الله أمدي فلم يزل يسعدني دهري فصرت ممجدا. ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖി തങ്ങളുടെ വാക്കാണ്. ഞാൻ നേരം വിട്ടാൽ എൻ്റെ റസൂലുള്ളാഹിന്റെ മഖ്ബറയിൽ പോകും, ഖബർ ഷരീഫ് പോകും. എല്ലാ രാവിലെയും കവിയുടെ നാട്ടിൽ നിന്ന് 8800 ചില്ലാനം കിലോമീറ്റർ ഉണ്ട് മദീനയിലേക്ക്. എന്നും സുബ്ഹിക്ക് ഞാൻ പുറപ്പെട്ടു നബിയെ കാണാൻ. അപ്പോൾ എല്ലാ മഖ്ബറകൾക്കും ഒരു വിലയുണ്ട്. മഖ്ബറകളിൽ കിടക്കുന്ന ആളുകളെ അവലംബിക്കുക. അവിടെ പോയി ദ്വാരക്കന്നെ. അവിടെ ആരുണ്ട്? ഔലിയാക്കളുടെ സാമീപ്യമുണ്ട്. ഔലിയാക്കളുടെ സാമീപ്യത്തിൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഖുർആനിലുണ്ട്. ഔലിയാക്കളുടെ സമീപത്തിൽ ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവിടെ ദുആ ചെയ്ത് ഉത്തരം കിട്ടും. എവിടെ ഉണ്ട്? ഖുർആനിലുണ്ട്. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى قال
قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. എന്താ പറഞ്ഞത്? മറിയം ബീവി കൊച്ചുകുട്ടിയായ കുഞ്ഞുകുട്ടിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. മറിയം ബീവിയുടെ സംരക്ഷകനായിരുന്നു സയ്യിദുനാ സക്കരിയ. അന്ന് മുഖദ്ദസ് പള്ളിയിലെ ഖാദിയായിരുന്നു. മസ്ജിദ് അഖ്സയിൽ ഖാദിയാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമേ ചെറുപ്പകാലം മുതലേ ഒരു ആഗ്രഹമുണ്ട്, പെണ്ണെട്ടിയ കാലം മുതലേ ഒരു ആഗ്രഹമുണ്ട്. എന്ത്? എനിക്കൊരു സ്വാലിഹായ കുട്ടി ഉണ്ടാകണം. അള്ളാഹ് കുട്ടീനെ കൊടുത്തില്ല. അങ്ങനെ മറിയം ബീവിന്റെ അടുത്ത്, മറിയം ബീവിയെ തൊട്ടടുത്ത റൂമിൽ സംരക്ഷിച്ച് പാർപ്പിക്കുകയാണ് ആര്? സക്കരിയ നബി. കുല്ലമ ഖുർആൻ ആലി ഇമ്രാൻ ആണ് ആയത്ത്. കുല്ലമ ദഖല അലിഹ സക്കരിയ, സക്കരിയ ഈ കുട്ടിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹ റിസ്ഖ, ഈ കുട്ടിയുടെ കയ്യിൽ പരിസരത്തും ഒക്കെ ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ. അപ്പൊ കുട്ടിയാ സക്കരിയ നബി അന്തം വിട്ടു. കാല സക്കരിയ നബി ചോദിച്ചു, ഞാൻ മറിയമോ അന്ന മറിയമോ അന്നനക്ക് ആദാ, എവിടുന്നാ നിനക്ക് ഇതൊക്കെ കിട്ടുന്നത്? കാലത്ത് ഈ സാധുവായ കുട്ടി, ഈ കാലിട്ടടിക്കണ ഈ സാധുവായ കുഞ്ഞിക്കുട്ടി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ല, ധാര കയ്യുന്നാണ്, അള്ളാഹ് കയ്യുന്നാണ്. എന്നിട്ട് എന്തു പറഞ്ഞു? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, അല്ലാഹു തആല ചില ആളുകളെ ഉദ്ദേശിക്കും, അവർക്ക് അല്ലാഹു തആല ഗൈരി ഹിസാബ്, അറ്റല്ലാതെ കൊടുക്കും. അപ്പൊ സക്കരിയ നബിക്ക് മനസ്സിലായി ഇത് സാധാരണ കുട്ടി അല്ല, ഇത് അള്ളാന്റെ വലിയ. അടുത്ത ആയത്ത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ റബ്ബിനോട് ദുആ ചെയ്തു. എന്ത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, എനിക്ക് നല്ല കുട്ടികളെ തരണം. ഇന്നക സമീഉ ദുആ, ഇവിടുച്ച് ദ്വാർന്ന ഉത്തരം തരുമല്ലോ. ഫനാദതുൽ മലായിക, അപ്പോഴത്തിന് മലക്കുകൾ വന്നു, കുട്ടി തരുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല എന്തൊക്കെ ഇപ്പോൾ നടന്നത്? അവിടെ ഹുനാലിക്ക എന്നൊരു വാക്കുണ്ട്, ഹുനാലിക്ക, അവിടെ വെച്ച്, ഹുനാലിക്ക. ഇനി എഡിറ്റ് ചെയ്യാനില്ലാത്ത കിതാബാണ് ഏത്? ഖുർആൻ. എന്താ പറഞ്ഞേ? ഹുനാലിക്ക. എന്താ അതിന്റെ അർത്ഥം? അവിടെ വെച്ച്. ഉസ്താദ്മാരോട് ചോദിച്ചു നോക്കി, ഹുനാലിക്ക എന്താ അതിന്റെ അർത്ഥം? അവിടെ വെച്ച്. എവിടെ വെച്ച്? എവിടെ വെച്ച്? ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കണോ? എവിടെ വെച്ച് മനസ്സിലാക്കാം? പറ, എവിടെ വെച്ച്? മറിയം ബീവിയുടെ അടുക്കൽ വെച്ച് പറ മനുഷ്യ. ഇതാരപ്പ ഇവിടെ? മറിയം ബീവിന്റെ അടുക്കൽ. മറിയം ആരാ? വലിയത്താണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? എന്നാ അതിനേക്കാളും വലിയ ആളല്ലേ, ആളല്ലേ സക്കരിയ നബി. നബിക്ക് ഉത്തരം കിട്ടണമെങ്കിലും വേറെ നബിന്റെ അടുത്ത് എന്നാ പെട്ടെന്ന് ഉത്തരം കിട്ടും, വലിയന്റെ അടുത്ത് ഉത്തരം കിട്ടും. എന്നെ മനസ്സിലായില്ലേ? ചിന്തിക്കണം. നോക്കണം, അതാ അവിടെ ഒരു കട്ടിയ. അവിടെ വെച്ച് റബ്ബിനോട് സക്കരിയ ദുആ ചെയ്തു, റബ്ബി അബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, പക്ഷേ നല്ല കുട്ടികൾ തരണം. ഇന്നക സമീഉ ദുആ, ഇതൊരു ഹളറത്താണ്. ഇവിടെ വെച്ച് ദുആ ചെയ്തു, ഉത്തരം കിട്ടി. ഫനാദതുൽ മലായിക, അപ്പോഴത്തിന് മലക്കുകൾ വിളിച്ചു, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, യാ സക്കരിയ, സക്കരിയ നിങ്ങൾക്ക് കുട്ടിയെ തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. സക്കരിയക്ക് കുട്ടിനെ കൊടുക്കാൻ അല്ലാഹു തആല പണ്ട് തീരുമാനിച്ചിട്ടില്ലേ? അല്ല, നിങ്ങൾക്ക് നേരം വൈകിയോ? സക്കരിയക്ക് കുട്ടിനെ കൊടുക്കാൻ അല്ലാഹു പണ്ട് അസലിൽ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലേ? പിന്നെന്താ ഇവിടെ? നമ്മളെപ്പോലത്തെ അന്തങ്ങമ്മകൾക്ക് മനസ്സിലാക്കാനാ. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഹളറത്തിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാ. കിട്ടും എന്ന് പറഞ്ഞാൽ പോലെ, ആരെ കിട്ടും എന്ന് പറഞ്ഞോ? അതിൻ്റെ ഇടക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ പോലെ ഉത്തരം ഉറപ്പാ, ഉറപ്പാ, ഉറപ്പാ. ഫനാദതുഹു മാലിയാഫില, അപ്പഴത്തിന് വിളിച്ചു. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അവിടെ തന്നെ ഒന്ന് നിസ്കരിക്കാൻ നിന്നതാ. അപ്പോൾ മലക്കുകൾ വിളിച്ചു പറഞ്ഞു, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, നിങ്ങൾക്ക് യഹ്യ എന്ന കുട്ടിയെ തരുന്നുണ്ട്. എന്തിനാണ് ഈ പാഠം? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഹളറത്തിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. ലോകം മുഴുവനും അംഗീകരിക്കുന്ന, പഠിക്കുന്ന, മൂക്ക് കീഴ്പോട്ടായ ആർക്ക് പഠിച്ചാലും മനസ്സിലാക്കാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന മഹാൻ വലിയാണ് ആര്? മുഹമ്മദ് ഷാ വലി. അള്ളാഹു ദറജ കൊടുക്കട്ടെ. ഏത് വലിയും മുന്നാടിന്റെ വലിയൊന്നും അല്ല. ഈ CM-യുടെ വീടിൻ്റെ അടുത്ത് പോയിക്കോ, കുറ്റം പറഞ്ഞവരെ ഇന്നിപ്പോ കുറ്റം പറഞ്ഞ പണിയാ. സുന്യാക്ക് വരെ അവരെ കുറ്റം പറഞ്ഞ പണിയാണ്. ഞാൻ ഉണ്ടാവില്ല, ഞാനില്ല, എനിക്ക് പേടിയാണ്. എന്തുകൊണ്ട്? നമുക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിക്കണമെങ്കിൽ അത് ഊരിയുടെ പോകും. അവരെ കുറ്റം പറഞ്ഞ് നിൽക്കണ്ട, അവരെ നമുക്ക് തിരിയില്ല.
അവരൊക്കെ നോക്കണ്ട, അവരൊക്കെ തിരിഞ്ഞു നോക്കണ്ട. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആയിക്ക് ഇറങ്ങി നോക്കി എൻ്റെ കഥ കഴിയും. നോക്കണ്ട, ഈ പരിശോധിക്കണ്ട. പരിശോധിക്കുക, ഔലിയാക്കന്മാർ പരിശോധിക്കുക. എല്ലാവർക്കും പണി ഔലിയാക്കന്മാർ പരിശോധിക്കുക. എടാ ഖുറൈശികള് ആ ചെലന്തിവരെ കണ്ടപ്പോഴത്തേന് പോയത് നന്നായി. എങ്ങാനും ഇന്നിങ്ങനെ ഓയിക്കണമെങ്കിൽ കണ്ണ് പോവും ചങ്ങായി. കാരണം അതിൻ്റെ ഉള്ളിൽ ആരാള്? അത് മുത്തുനബിൻ്റെടാ. അങ്ങനെ നോക്കിയാൽ അതിൻ്റെ കഥയാണ് കഴിയും. ഓരേതായാലും പടച്ചവൻ ഓൽക്ക് ഏതായാലും കണ്ണ് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ വല്ലാതെ കുനിഞ്ഞോട്ട് നോക്കിയിട്ടുമില്ല. ഔലിയാക്കന്മാരെ ഗുഹയൊക്കെ ഇങ്ങനെ നോക്കിയാൽ എൻ്റെ കണ്ണാട് പോവും. ഏത് കണ്ണ് പോവില്ല? പോത്തും കണ്ണ് പോവില്ല. 2 കണ്ണുണ്ട് മനുഷ്യ. പോത്തും കണ്ണാണ് എന്നാ ഇത് പോത്തിനുണ്ട്. ഇവിടെ ഒരു കണ്ണുണ്ട്. പിന്നെ ഈ കണ്ണല്ല അന്ധത ബാധിക്കുന്ന കണ്ണ്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ, സൂറത്തുൽ ഹജ്ജ്. മനസ്സിലായില്ല? ഈ കണ്ണിനല്ല അന്ധത ബാധിക്കുക. വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. ഹൃദയത്തിലെ കണ്ണിന് അന്ധത ബാധിക്കും. പൊട്ടു, പിന്നെ ലെവലാവില്ല. വഹാബികൾ കണ്ണോട്ടന്മാരാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരെപ്പറ്റി 2 വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. അത് പൂർത്തീകരണം. അവർക്ക് അള്ളാഹിനെ പറയാനുള്ള അവകാശമില്ല. അവർക്ക് അവകാശം ഉണ്ടാകണത് മൂല്യന്മാർ പണിയെടുക്കാത്തതുകൊണ്ടാണ്. മൂല്യന്മാരെടുക്കേണ്ട പണിയാണ്ട് എടുക്കുകയാണെങ്കിൽ ഏതാനും അള്ളാഹിനെ തിരിഞ്ഞില്ല, വഹാബിനെങ്കിലും തിരിഞ്ഞാലും ഇതായിട്ട് കിട്ടും. അതിനിപ്പോൾ മൂല്യന്മാർക്ക് അപ്പണിയും നിന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നെപ്പോലത്തെ മൂല്യന്മാർ നൂറ്റിക്കളി ഒന്ന് ഞാൻ തന്നെ. അവർക്ക് അള്ളാഹിനെ പറ്റി പറയാൻ എന്ത് അവകാശമാണടാ? അള്ളാഹിൻ്റെ പരിശുദ്ധ കലാമിലെ 82 സൂറത്തിറങ്ങിയ പരിശുദ്ധമായ വീടിനെ കക്കൂസാക്കിയവർക്ക് അള്ളാഹിനെ പറ്റി പറയാൻ എന്ത് അവകാശടാ ഉള്ളത്? അവരാരും വിമർശിക്കും, ഇജ്ജ് വിമർശിക്കണ്ട. അവർക്ക് ഇവിടെ തുറന്നിട്ടനല്ല, അത് ഇജ്ജ് വിമർശിക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മുഹമ്മദ് ഷാനെ കുറ്റം പറയും വഹാബി കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. അവരാരും ചെറുതാക്കിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫാനെ ചെറുതാക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല പറഞ്ഞാൽ ചിന്തിക്കുക. ഔലിയാക്കന്മാർ ചെളിയാക്കാൻ നിൽക്കണ്ട. വഹാബികൾ പലതും എഴുതിവിടും, വെച്ച് നോക്കണ്ട. അവർ ഇതായത് കളയാൻ വേണ്ടി നടക്കണോ? അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ അവലംബിക്കണം. അവരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം. കഴിയുന്നത്ര ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പ്രധാനികളിൽ പ്രധാനിയാണ് മഹാനായ മുഹമ്മദ് ഷാ വലിയുള്ളാഹ്. അവരുടെ കാലഘട്ടത്തിലെ ഖാദിരി ത്വരീഖത്തിന്റെയും ചിശ്തി ത്വരീഖത്തിന്റെയും ഖലീഫയാ, നിറഞ്ഞ ഖലീഫയാ. ആ കാലഘട്ടത്തിൽ ഹൃദയത്തിൽ ബോധം അള്ളാഹ് കൊടുത്തവരും മുഴുവനും അവരെ അവലംബിച്ചിട്ടുണ്ട്. എല്ലാ ജാതി ജനങ്ങളും അവരെ അവലംബിച്ചിട്ടുണ്ട്. അവരെ മേൽ കളിക്കാൻ പറ്റൂല. കളിക്കാൻ തീരുമാനിച്ചു. ഒരു മലപ്പുറം നാട് വഴി, പേര് ഞാൻ പറയുന്നത് അർത്ഥമില്ല, ഹൈറുമില്ല, 8000 പട്ടാളക്കാരെ പറഞ്ഞയച്ചു. എന്തുണ്ടായത്? അവർ കൊണ്ടോട്ടിപ്പാടത്തൂടെ അഴിഞ്ഞുപോയി. എന്റെ കാരണം മുഹമ്മദ് ഷാ ജീവിച്ചിരിക്കുന്ന കാലത്ത് തൊട്ടളിക്കാൻ പറ്റൂല. കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ മുഹമ്മദിയ നൂറാനിയത്ത് കിട്ടിയിട്ടുണ്ട്. തൊടാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ അത് അനുഭവിച്ചു എല്ലാവരും. അത് ഗോൾഡ് സ്മിത്തുകൾ പെട്ടിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അവരെ മുൻ തലമുറ അതിൻ്റെ ഫലം. അന്നെങ്ങാനും ആ 8000 പട്ടാളത്തെ കൊണ്ട് കൊണ്ടോട്ടിയിൽ ഒരു പട നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊണ്ടോട്ടിയിൽ ഒരു ഇൻസ് വാക്കുണ്ടാവില്ല. അവരെ വാക്കിയല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം അക്കൂട്ടത്തിൽ റേപ്പ് ചെയ്യപ്പെടാത്ത പെണ്ണുണ്ടാവില്ല. കൂട്ടത്തിൽ കൊല ചെയ്യപ്പെടാത്ത ആണുണ്ടാവില്ല. എന്തേ സംഭവിച്ചത്? അത് മുഹമ്മദ് ഷായുടെ കറാമത്താണ്. ഖാജ മുഹമ്മദ് ഷാ, ഹസ്രത്ത് മുഹമ്മദ് ഷാ റഹ്മത്തുള്ളാഹി അലൈഹി. വളരെ സുവിദിതമായ ചരിത്രം. തൊടാൻ പറ്റൂല, അവരെ തൊടാൻ പറ്റൂല. തൊട്ട ഇറങ്ങേണ്ടവരിറങ്ങും. ثم
ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها. പിന്നീട് ആ നാടുമായി മാപ്പി ചോദിച്ചു, കൊണ്ടോട്ടിക്കാരോട് മാപ്പി ചോദിച്ചു. എന്നാ മുഹമ്മദ് ഷാ യുദ്ധത്തിന് പോയോ? ഇല്ല, ഒരു പിടി മണ്ണ് വാരി മുന്നിലേക്ക് എറിഞ്ഞു, അത്ര ഉണ്ടായിട്ടുള്ളൂ. അത് അവരുടെ വല്ലിപ്പി അതന്നെ. ഇത് റമൈത്ത, ഇത് റമൈത്ത റമ, താങ്കൾ എറിഞ്ഞപ്പോൾ, അന്ന് താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കൾ എറിഞ്ഞിട്ടില്ല. അത് അവരെ കയ്യിലുള്ളവരൊക്കെ അങ്ങനെയാണ്. നീ മഹദി എറിഞ്ഞാലും മഹദി എറിയില്ല. ആരാണ് എറിയാ? അല്ലാഹ്. നീ ഇവിടെ മഹദി വരുന്നുണ്ട്, കുഴങ്ങി കുത്തിരിക്കും മഹദിയും പട്ടാളവും. അപ്പോൾ പുഴ ഉണ്ടാവും ദൂരെ, ഒരു മുറുക്ക് വെള്ളത്തിന് പൂതി ഉണ്ടാവും. മഹദിക്ക് പുഴ ദൂരെ ഉണ്ടാവും, അവിടേക്ക് നടക്കാനുള്ള കരുത്ത് അന്ന് ആ പട്ടാളത്തിന് ഉണ്ടാവില്ല. അപ്പോൾ മഹദി മാമ വെള്ളത്തോട്, പുഴയോട് പറയും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അപ്പോൾ ഓടി വരും, പുഴ അങ്ങോട്ട് ഓടി വരും. ആരടുത്തേക്ക്? ഈ പട്ടാളത്തിൻ്റെ അടുത്തേക്ക്. കാരണം വഴിപ്പെടാതിരിക്കാൻ പുഴക്ക് പറ്റൂല. അവർ വന്നാൽ പിന്നെ ഒരു സോഷ്യൽ മീഡിയയും അതുവരെ കാണുന്നവരൊക്കെ കണ്ടോളൂ. മാന്തണ പണിയാളപ്പോൾ എല്ലാവർക്കും മാന്തിക്കൊള്ളി, കഴിയുന്നത്ര മാന്തിക്കൊള്ളി. മഹദീമ വന്നാൽ പിന്നെ മാന്തനാണ്. പുറത്ത് പറയണ്ടെന്ന് ഞങ്ങളോടുള്ള ഇഷ്ടമുണ്ട് പറഞ്ഞാൽ അതുവരെ മാന്തുള്ളൂ. മഹദീമാം വന്നാൽ മാന്തൽ നടക്കൂല. എന്തുകൊണ്ട്? ഇന്റർനെറ്റ് വർക്ക് ചെയ്യൂല. ആരാ പറഞ്ഞ്? റഹ്മത്തുള്ള പറഞ്ഞു. എഴുതിച്ചാ നടക്കൂല, നടക്കൂല. മഹദി വന്നാൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യൂല. മഹദി വന്നാൽ ഒരു വിമാനം പറക്കണമെങ്കിൽ മഹദി പറയണം. ഏതോ പറഞ്ഞു CM വിമാനം നിയന്ത്രിച്ചു എന്ന് പറഞ്ഞ സുഞ്ഞളെടുത്തല്ല, ഞാൻ നിയന്ത്രിച്ചില്ല എന്ന് പറയല്ല. അള്ളാന്റെ ഔലിയാക്കന്മാർക്ക് നന്താട ഈ താമ്പാള കഷ്ണം. എന്താ അള്ളാന്റെ ഔലിയ? ഈ ഭൂലോകത്തെ വിമാനം മുഴുവനും CM നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു അത്ഭുതമല്ല. കാരണം CM അള്ളാഹുവിൻ്റെ വലിയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉറൂസിന് ചോറുന്നാൻ പോണം? ചോറ് തിന്നും ചെയ്യും, ഇത് പറയും ചെയ്യും. ഇപ്പൊ നമ്മളെ പരിപാടി എന്താ? അവിടെ ഉറൂസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ചോറുന്നും, തിരുപ്പൻചി ഉറൂസ് ഉണ്ടെങ്കിൽ അവിടെയും പോയി ചോറുന്നും, ഉള്ളതൊക്കെ നുണയും പറയും. ഈ ഔലിയാക്കന്മാരെ പറ്റി ചോറ് തിന്നും ചെയ്യും, നുണ പറയും ചെയ്യും. അതിനൊന്നും കഴിയൂല. എന്താണ് ചെങ്ങായി? 4 താമ്പാള കണ്ടവർക്ക് അവര് സൂര്യനെ നിയന്ത്രിച്ചു പറഞ്ഞാൽ എനിക്കത് അത്ഭുതമല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ചന്ദ്രനെ പിളർത്തി. എന്തേ സൂര്യനെ പിളർത്താഞ്ഞു? എന്ത് പിളർത്താഞ്ഞു? എന്ത് പിളർത്താഞ്ഞു? അവരാവശ്യപ്പെട്ടത് പകലല്ല, എന്നിരുന്നു രാത്രി. പകലാണെങ്കിൽ ഓല് പറയാ സൂര്യനെ പിളർത്താനാണ്. സൂര്യനെ നബി പിളർത്തും, ചന്ദ്രനെയൊക്കെ പിളർത്താ അതിൻ്റെ അപ്പുറത്തൊന്നും കഴിയൂല. അങ്ങനെയാ അന്തോ അതിൻ്റെ ബാക്കിയടവരൊക്കെ അവർക്ക് നടക്കാത്തൊരു കാര്യമല്ല. അവർ അറബിക്കടൽ ഇങ്ങനെ അത്ഭുതമല്ല, അതിലൊന്നുമില്ല. ചിന്തിക്ക്. മുഹമ്മദ് ഷാ തങ്ങളെ കറാമത്തിൽപ്പെട്ടതാണ് എന്ത്? ഒരിക്കൽ ഒരു ആൾ മുഹമ്മദ് ഷാ തങ്ങളെ ശല്യപ്പെടുത്തി. അപ്പം മുഹമ്മദ് ഷാ തങ്ങൾ നടന്ന് പുഴയിലെത്തി. ചാലിയത്ത് പാർക്കുന്ന കാലത്താണത്. ചാലിയത്ത് ആ ഭാഗത്ത് കുറച്ചു നേരം കാലപ്പാർത്തിട്ടുണ്ട്. അന്നാണ്, ചാലിയാറിൻ്റെ തീരത്താണെന്നുള്ളത്. അന്ന് ശല്യപ്പെടുത്തിയ ഒരാൾ. അപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ ഇറങ്ങി നടന്ന് പുഴയിലെത്തിയപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴക്കിറങ്ങിയപ്പോൾ ഈ ശല്യപ്പെടുത്തുന്ന ആളും പുഴക്കന്നെ ഇറങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഷാ തങ്ങൾ പുഴന്നാണ് പൊന്തിയിട്ട് വെള്ളത്തിന് മേലെ നടന്നാണ് പോയി. മറ്റോ ഒളിച്ചും പോയി. അവൻ്റെ ജീവൻ കഴിഞ്ഞു, അവൻ്റെ കഥ കഴിഞ്ഞു. അവർക്ക് വെള്ളത്തിന്റെ മേലെയും താഴെ ഒക്കെ കണക്കാണ്. അവർക്ക് എന്ത് വെള്ളം, അവർക്ക് എന്ത് കടല്, എന്ത് കടൽ. ഇവരാരാ? ഇവരല്ലാൻ്റെ ആളുകളല്ലേ. അവർക്ക് നടക്കാത്ത കാര്യം എന്താ? വളരെ ചിന്തിക്ക്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ചിന്തിക്കണം, ഇവരെ അവലംബിക്കണം, ഇവരെ പിന്നാലെ കൂടാ. ഇത് എന്നും സിയാറത്ത് ചെയ്യണം ഒക്കെ പറയാം. ഈ മാൻ ചെയ്ത കറാമത്തുകൾക്ക് എണ്ണവും കണക്കുമില്ല. ഇവരെ പറ്റി ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കണ്ട. ഒരു വലിയ മാന. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ കുടുങ്ങിയിട്ടുണ്ടാവും, അവരങ്ങൾ ആക്ഷേപിക്കും വേണ്ട. അവർക്ക് കിട്ടിയ വിവരം അതായിരിക്കും. പിന്നെ പല കാരണങ്ങളും ഉണ്ടാവും. ആ കാരണങ്ങളൊന്നും ഇനി ചെയ്യുന്നതിൽ അർത്ഥവും ഇല്ല. ചിലര്
നല്ലതുകൊണ്ട് അറിയപ്പെട്ട ഒരു മുഹമ്മദ് തങ്ങളെ വിമർശിച്ചിട്ടുണ്ടാവും. അത് ഇത് ഈ വിമർശിക്കണ്ട, അവർക്ക് കിട്ടിയ വിവരം അങ്ങനെ ആയിരിക്കും. അതേ സമയത്ത് മുഹമ്മദ് ഷാ തങ്ങൾ മഹാനാണ്, യാതൊരു സംശയമല്ല. തൃപ്പണിച്ചി മുഹമ്മദ് മുസ്ലിയാരെ ഒരുപാട് തവണ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സിയാറത്തിന് വന്നതായി കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ തൃപ്പണിച്ചി മുഹമ്മദ് മുസ്ലിയാർ ഞാൻ പറഞ്ഞ സത്യല്ലേ? ഞാൻ പറഞ്ഞ സത്യല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്റെ സ്ഥാപന സമസ്ത മുഷാവറങ്ങായി മരിച്ചു അയാളാണ് കാപ്പിൽ മുസ്ലിയാർ. എന്തെങ്കിലും വിഷയം കുബ്ബപ്പള്ളിക്ക് പോയി ഒന്ന് അറിഞ്ഞാളാ എന്ന് പറയും. അന്നത് സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് ഞങ്ങൾ അടുത്തൊക്കെ ഇരിക്കാനുള്ള കാരണം ആ വെള്ളിയാഴ്ച കോടങ്ങാട് ഓതിയ വെള്ളിയാഴ്ച രാവൊന്നും റബ്ബിൻ്റെ സഹായത്താൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇവിടെ വരും, അവിടെ പോവും, ബോംബെ ഹോട്ടൽ ചാടിക്കും, തിരിച്ചു പോകും. സ്ഥിരമായിരുന്നു അള്ളാഹുവിൻ്റെ തൗഫീഖ്. അപ്പോൾ അള്ളാഹുത്താല ആ വെളിച്ചത്തിൻ്റെ അല്പം ഇനി ഇത് അള്ളാഹുത്താല അള്ളാഹിനെ പൊരുത്തത്തിലാക്കി തരട്ടെ. അപ്പം നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാ. അതുകൊണ്ട് മഹ്ദി മാമ വരുന്നത് വരെ അതൊരുറപ്പുള്ള ആളാണ്. നമ്മൾ ചെയ്യേണ്ട പണി അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ അവലംബിക്കണം, അവരെ പിന്നാലെ കൂടണം, അവരെ വിമർശിക്കാതിരിക്കണം. എനിക്കതിനെ പറ്റി അറിയില്ല, അറിയാറില്ല. അള്ളാഹിൻ്റെ ആരിഫ്യങ്ങളെ വിമർശിക്കരുത്. അവർ കൈക്കാരനാകുന്നതിൽ ദുരഭിമാനത്തിൽ പറയരുത്. ഖാദിരി എന്ന് പറഞ്ഞാൽ പോരാ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലാഹു അലം. റിഫായി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ദുരഭിമാനിക്കണ്ട, തിജാനി പറഞ്ഞാൽ അഭിമാനിക്കണ്ട. ഈ മഹാന്മാർ തന്നെ സ്വീകരിച്ചു എന്താ ഉറപ്പുള്ളത്? അള്ളാഹു തല നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അത്രേ ഉള്ളൂ. ഞാൻ തിജാനി തൊലിക്ക് പിൻപറ്റുന്ന ഒരാളാണ്, പക്ഷെ ഉറപ്പില്ല അവരെന്നെ സ്വീകരിച്ചെങ്കിൽ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. പക്ഷെ അവരാരാ? അവരൊരു കൗഫാണ്, അവരൊരു ഷജറത്തു ത്വയ്യിബത്താണ്, അവരല്ലദീന അൻഅംത അലൈഹിം എന്നതിൽപ്പെട്ട ആളാണ്. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ റഹ്മത്തുള്ളാഹിനെ വിമർശിച്ചോ, അല്ലാതെ തിജാനി ബാബാനെ വിമർശിച്ചാൽ എൻ്റെ കഥയുടെ കഴിയും. എൻ്റെ പള്ളിയിലെ മൂല്യരോട് എന്നൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുറ്റം പറഞ്ഞാൽ എൻ്റെ കഥ കഴിയും. ഷെയ്ഖ് റിഫായിനെ കുറ്റം പറയണ്ട, ഖാജ ബാബാനെ കുറ്റം പറയണ്ട. അതൊക്കെ ഔത്താദുകളാണ്. അപ്പോൾ അവരെ അവലംബിക്കണം. ഈ കിടക്കുന്ന മനുഷ്യൻ ചെയ്ത സേവനങ്ങൾക്ക് കയ്യും കണക്കുകയില്ല. ബോംബെയിലാണ് ജനിക്കുന്നത്, ഇവിടെ വഫാത്ത്. ആയുസ് മുഴുവൻ കഷ്ടപ്പാട് അല്ലാഹുവിന് വേണ്ടി കഷ്ടപ്പാടാണ്. അവർക്കത് വിഷയമില്ല, അവർ ആയുസ് കഷ്ടപ്പെടും അല്ലാഹുവിന് വേണ്ടി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊണ്ടോട്ടിക്കാരെ ഇങ്ങനെ പോരാ. കുബ്ബയിൽ വന്ന് അതിൻ്റെ താഴെ വന്ന് സ്ഥിരമായി ദുആ ചെയ്യണം. ആ മഖബറിൽ ദുആ ഇറക്കണം. എന്തിനാ ദുആ ഇറക്കേണ്ടത്? അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് കൊടുത്തരണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മതി, അതാ ചെയ്യേണ്ടത്. കടം തീരാനല്ല, അത് കടം തീർന്നാലെന്ത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏറ്റെടുക്കും. അല്ലാഹു നമ്മളെ കടങ്ങളൊക്കെ തീർത്തരട്ടെ. പക്ഷെ ഏറ്റവും വലിയ കടം അല്ലാഹു കൊടുക്കാനുള്ള കട, അതേതാണ് ആ കടം? ഹിദായത്ത് കിട്ടിയ പിന്നെ കട എന്ത് വേണം? അതിന് അല്ലാഹുവിൻ്റെ ആരിഫ്യങ്ങളെ മഖബറയിൽ വരണം, അവിടെ കൂടണം. അതിനെ വിമർശിക്കരുത്, അതിനെ കുറ്റം പറയരുത്. ചിന്തിക്ക്, അത് എപ്പോഴെങ്കിലും വന്നാൽ പോരാ. എന്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കരുത്. എന്താ അർത്ഥം? എന്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത്. എന്താ ഒരർത്ഥം ഞാൻ പറയാം, ഒരുപാട് അർത്ഥമുണ്ട്. അള്ളാഹ് പറഞ്ഞ വാക്കിനും മുത്തുനബി പറഞ്ഞ വാക്കിനും ഒരർത്ഥം രണ്ടർത്ഥമല്ല. ഒരർത്ഥം ഈദ് ഒരു കൊല്ലത്തിൽ 2 വരുള്ളൂ. അതായത് എൻ്റെ ഖബറുകൾ കൊല്ലത്തിൽ ഒരു വട്ടോ 2 വട്ടോ വന്നാൽ പോരാ, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. ഇനി അവിടേക്ക് പോയില്ലെങ്കിൽ ഇവിടെ പോയാൽ മതി. ഈ മടയിൽ നിന്ന് അവിടേക്ക് മടയുണ്ട്, മനസ്സിലായില്ല? ഈ മടയിൽ നിന്ന് അവിടേക്ക് മടയുണ്ട്, ഇതിനുള്ളിൽ കൂടി ഇവിടെ പോയാൽ അവിടെ പോയ മാതിരിയാണ്. എപ്പോഴും മദീനത്ത് പോകാൻ നമുക്ക് കഴിയൂല. ദിവസം സിയാറത്ത് ചെയ്യുന്നവരുണ്ട്. ഫാത്തിമ ബീവി സുബ്ബത്ത് അലയ്യ മസ്വാഇബു ലൗ അന്നഹാ സുബ്ബത്ത് അലൽ അയ്യാമി സുന്ന ലയാലിയാ. ഇപ്പാന്റെ ഖബറിനെ പോയി കിടക്കും. ആ ഖബറിൽ കിടന്നിട്ട് മണ്ണ് പരട്ടും. എവിടെ? ആ പൂങ്കവളിൽ. ആര്? ഫാത്തിമ ബീവി ഖബറിലെ മണ്ണിൽ കിടന്നുള്ളൂ. ഇങ്ങനെ فتعثر خدها بتراب النبي المصطفى بتراب قبر النبي المصطفى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മണ്ണ് ഈ 2 പൂങ്കവളിലാക്കിയിട്ട് പാട്ട് പാടും.
സുബ്ബത്ത് അലൈഹി മസായിബു ലൗ അന്നഹാ സുബ്ബത്ത് അലൽ ലൈലമി സുന്നലി അലിയാ. നിങ്ങൾ പോയപ്പോൾ എന്തൊക്കെ ഉണ്ടായത്? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എൻ്റെ ഉപ്പയായ യാ റസൂലല്ലാഹ്, നിങ്ങൾ പോയപ്പോൾ എനിക്കുണ്ടായ മുസീബത്തിന് കൈ മണക്കൂല്ല. സുബ്ബത്ത് അലൽ അയ്യാമി സിർന ലയാലിയ. ആ മുസീബത്തെങ്ങാനും പകലിന്റെ മേലെ കൊണ്ടുപോയി വെച്ചാൽ ആ പകൽ പൊടുന്നനെ രാത്രിയായി മാറും. ആ ജാതി മുസീബത്ത്. എന്ത് മുസീബത്താണ്? ഉപ്പാന്റെ സാമീപ്യം നഷ്ടപ്പെട്ട മുസീബത്ത്. അല്ലാതെ എന്താ? പട്ടി നടക്കണില്ല. പട്ടി നടക്കാൻ സിദ്ദീഖുൽ വയ്ക്കോ? ഭരണാധികാരി ആരാ? പറയും ഏതാണ് മുസീബത്ത്? പറയും കുട്ടികളെ, ഏതാണ് മുസീബത്ത്? ആരെ കാണാനായി? ഉപ്പാന് നീ മണ്ണ് കിടക്കലേ ഉള്ളൂ. ആ ഫാത്തിമ ചെയ്ത പണി നമുക്ക് ചെയ്യാലോ. പറയും മനുഷ്യന്മാരെ ഇല്ലേ, അതിന്റെ ബാക്കിയല്ലേ ഇതൊക്കെ. ആ ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയാണ് ഈ കിടക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആരിഫീങ്ങളായ സ്വാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരെ കാല് പോയി പിന്നെ അവർ അനാവശ്യമായ വാഗ്വാദങ്ങൾ അവസാനിപ്പിക്കുക. അവർ ജനങ്ങളെ സുജൂദ് ചെയ്യിപ്പിച്ചിരുന്ന പോലെയുള്ള അനാവശ്യ തർക്കങ്ങൾ അവസാനിപ്പിക്കുക. അതൊക്കെ 100% തെറ്റായ കാര്യങ്ങളാണ്. 100% തെറ്റാണ്. അതേ സമയത്ത് അവരുടെ വില അറിയുന്നവർ മുഴുവനും അവരെ കാലിൽ ചുംബിച്ചിരുന്നു. സത്യമാണ്. ആലിമീങ്ങൾ വന്ന് കാലിൽ ചുംബിച്ചിരുന്നു. വലിയ വലിയ ആലിമീങ്ങൾ, പൊന്നാനിയിലെ ആലിമീങ്ങൾ, അക്കാലത്തെ മലബാറിലെ ഹൃദയത്തിന് വെളിച്ചം കിട്ടിയ ആലിമീങ്ങളെല്ലാം വന്നിട്ട് കൈ മാത്രമല്ല അവരുടെ കാലുകൾ ചുംബിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത് സുജൂദായി പരിഗണിക്കരുത്. സുജൂദല്ല അത്. എത്രയാ വഫദു അബ്ദ് ഖൈസിൻ അതോ മദീനത്തെ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പിന്നെ അവര് എന്ത് ചെയ്തു? ഫയതസാറഊന മിൻ റഹാലിഹിം ഷൗഖൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബലു യദൈഹി വരിജ്ലൈഹി. വഫദ് അബ്ദ് ഖൈസ് ഗ്രാമീണരാ. ആ ഗ്രാമീണർ ഓടി വന്ന് മദീനയിൽ എത്തിയപ്പോൾ അവർ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഓടി ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഷൗഖൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബലു യദൈഹി വരിജ്ലൈഹി. പിന്നീട് അവർ എന്ത് ചെയ്തു? പോയിട്ട് അവർ എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ കയ്യും ചുംബിച്ചു, റസൂലുള്ളാഹിന്റെ കാലും ചുംബിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കാല് ചുംബിച്ചതിൽ കയ്യും കണക്കുകയില്ല. മശായിഖന്മാരെ, ചുംബനത്തിന്റെ പൂർത്തീകരണം കയ്യല്ല, കാലാണ്. കാരണം അവർക്ക് അത്രയും വലിയതാണ്. മനസ്സിലായില്ലേ? 2 യഹൂദികൾ നബിയോട് തർക്കിക്കാൻ വന്നു. അതിൽ ആയാത്തിൽ ബയ്യിനാത്തി, മൂസ നബിക്ക് അള്ളാഹു കൊടുത്ത ബയ്യിനാത്തിനെ കുറിച്ച് വിശദീകരണം, ആയാത്തും ബയ്യിനാത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഫഅജാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ, അവർക്ക് ഉണ്ടാക്കും റസൂലുള്ളാഹി ജവാബ് കൊടുത്തു. ജവാബാണ് പൂർത്തിയായപ്പോൾ അവർ കൈമക്ക് വീണു. എന്തുമൊക്കെ വീണു? പറ. എത്ര ഒരു മരുഭൂമിയിൽ ഒരു മരം, പിന്നെ ഒരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു നബിയെ. ഒരു അടയാളം. അപ്പൊ പറഞ്ഞ ആ മരത്തിനോട് വരാൻ പറയാൻ. മരം വന്നു. അറാബി പോയി പറഞ്ഞു നബി എന്നെ വിളിക്കുന്നുണ്ട്. മരം ഇങ്ങനെ മെന്നെ വന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നു. അപ്പോൾ ആ അറാബി ചോദിച്ചു, അസ്ജുദിലൊക്കെ റസൂലുള്ളാഹ്, ഞാൻ സുജൂദ് ചെയ്യട്ടെ? വഖാലല്ല. അപ്പോൾ ചോദിച്ചു, ഉഖബ്ബിലു രിജ്ലൈക യദൈക വരിജ്ലൈക, നാ കയ്യും കാലും ഞാനൊന്ന് ചുംബിച്ചോട്ടെ. അപ്പൊ അറാബിക്ക് റസൂൽ സമ്മതം കൊടുത്തു. ഈ അറാബി കയ്യുമക്ക് വീണു. എന്തുമക്ക് വീണു? വലിയ മനുഷ്യന്മാരെ കയ്യ് മുത്തിയാ പോരാ, എന്ത് മുത്തണം? കാല് മുത്തണം. അതതിന്റെ പൂർത്തീകരണം. അബ്ബാസ് റളിയല്ലാഹുവിന്റെ കാല് അലി റളിയല്ലാഹു മുത്തിയത് ആ ഹദീസിൽ കാണാം. വലിയ മനുഷ്യന്മാരൊക്കെ കാലമുത്തുണ്ട്. എനിക്ക് സയ്യിദ് ഹൈദർ അലി ശിഹാബ് ഞങ്ങളെ മഹത്വം ബോധ്യപ്പെട്ടതിന് ശേഷം മരണം വരെയും കാലല്ലാതെ ചുംബിച്ചിട്ടില്ല, കൈ ചുംബിച്ചിട്ടില്ല. കാലുമ്പിക്കും. പോയിട്ട് പാണക്കാട്ട് മുറിയിലിരിക്കും. അപ്പോൾ എന്നോട് വർത്തമാനം പറഞ്ഞോണ്ട് ഇരിക്കും. വർത്തമാനങ്ങൾ പറഞ്ഞ് ഞാൻ 2 കാല് പിടിക്കും. ആ 2 കാല് പിടിക്കും. അങ്ങനെ ഇരിക്കും. ഇറങ്ങിപ്പോരാൻ നേരത്തെ കാല് ചുംബിക്കും. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരാളായിരുന്നവർ. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ആ ചെറിയ ആളൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരിൽ മഹാനാണ് സയ്യിദ് ഹൈദർ അലി. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പ്രസംഗം നടത്തി. നിങ്ങൾ കേട്ടവരുണ്ട്. ഹൈദർ അലി വഫാത്തായാൽ മലബാറിൽ ഫിത്ന ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? മലബാറിലെ സുന്നികൾക്കിടയിൽ ഫിത്ന ഉണ്ടാവും. നടന്നിട്ടുണ്ടോ അല്ലേ? നടന്നിട്ടുണ്ട്. എൻ്റെ വലിപ്പത്തരല്ല. എനിക്ക് ആ മനുഷ്യനെ കുറച്ചെങ്കിലും മനസ്സിലായി. ഞാൻ അവരെ കാലുമ്പിക്കുള്ളൂ, കൈമ്പിക്കല്ല.
കാലും അങ്ങനെ പിടിക്കും, എന്നിട്ട് അവസാനം കാല് ചുംബിച്ചു വരും. അങ്ങനത്തെ വലിയ ആളാണ്. മശായിഖന്മാരെ കൈ ചുംബിച്ചാൽ പോലെ എന്ത് ചുംബിക്കണം? കാലുംബിക്കണം. അത് സുജൂദല്ല, അത് അവരോടുള്ള ഇഷ്ടമാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ കാല് ചുംബിച്ച ആളുകൾ എത്രയാണ് ചരിത്രത്തിൽ. ഹദീസ് ഷരീഫൊക്കെ നിറച്ചിറക്കണം, അത് സുജൂദാക്കി പറയരുത്. അപ്പൊ ചുരുക്കത്തിൽ പറയുന്ന ഇന്ന് ഈ പറയുന്ന പലതും യാതൊരു ന്യായവുമില്ലാത്ത ദുരാരോപണങ്ങൾ മാത്രമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വലിയ മഹാനായ മുഹമ്മദ് ഷാ തങ്ങളായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടാവും, പൊളിറ്റിക്കലായ കാരണം ഉണ്ടാവും, മറ്റു പല കാരണങ്ങളുണ്ടാവും. ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ ഞാൻ അവസാനിപ്പിക്കുന്നു. ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കുറ്റം പറയണ്ട, കുരുത്തക്കേട് വാങ്ങണ്ട. കൊണ്ടോട്ടിക്കാരോട് ഞാൻ വീണ്ടും ഉപദേശിക്കുന്നു, ഈ കിടക്കുന്ന മുഹമ്മദ് ഷാ വലിയുള്ള ഈ മനുഷ്യനെ നിങ്ങൾക്ക് അവലംബിച്ചാൽ നിങ്ങൾക്ക് ഹിദായത്തിന് എംബോഡിമെന്റ് മതിയോ? അത്രയും വലിയ ആളാണ് ഈ കിടക്കുന്നത്. അള്ളാഹു തആല അവരെ ദർജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു അത്തരം മഹത്തുക്കളെ അവലംബിച്ച് മുഹമ്മദിയത്തിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പറഞ്ഞു ഏറിപ്പോയി. ഉസ്താദിനോട് ക്ഷമിക്കണം, സദസ്യരോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു പോയതാണ്. പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അത് പറഞ്ഞു പോയത്, ഞങ്ങളാണ്ട് എണീറ്റ് പോയതും ഇല്ല. അപ്പോൾ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വേണ്ടി നിങ്ങൾ ദുആ ഇറക്കണം. എൻ്റെ ഉപ്പയമ്മയാണ് എൻ്റെ വഴികാട്ടി. എൻ്റെ ഉപ്പ ഔലിയാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് എൻ്റെ വഴികാട്ടി എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്. അവരെയൊക്കെ കൂട്ടെ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ അത്ബാഇന്റെയും അവരെ ഖുലഫാഇന്റെയും കൂടെ ആ സന്തോഷത്തിൽ കൗസറിൽ കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.